ഗായികയായി തിളങ്ങി തുടങ്ങി രണ്ടാം വർഷമായിരുന്നു എസ് ജാനകിയുടെ വിവാഹം. അന്ന് 21 വയസ്സ് മാത്രമായിരുന്നു പ്രായം. രണ്ടാം വർഷം മകൻ മുരളി ജനിച്ചു. മുരളീകൃഷ്ണ എന്നു പേരിട്ട മകൻ അച്ഛന്റെയും അമ്മയുടെയും സംഗീത വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചതെങ്കിലും മുരളിക്ക് കൂടുതൽ ഇഷ്ടം അഭിനയവും നൃത്തവും തന്നെയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ഉയരാൻ പറ്റിയില്ല. എങ്കിലും ആ നർത്തക വഴിയിലൂടെയുള്ള യാത്രക്കിടെയാണ് ചെന്നൈയിലെ പ്രശസ്ത നർത്തകിയായ ഉമയെ പരിചയപ്പെടുന്നതും ഇരുവരും പ്രണയത്തിലാക്കുന്നതും. നൃത്തം ഒരുമിപ്പിച്ച ഇരുവരും പതുക്കെ വിവാഹിതരാവുകയും ഇരുവർക്കും 2 പെൺകുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു. അതിനുശേഷം നൃത്തരംഗത്തേക്ക് തന്നെ ഉമ തിരിച്ചെത്തുകയും ചെയ്തു. കഠിനമായി തന്നെ നൃത്തത്തിനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ഉമ മക്കളെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്നതിനൊപ്പം നൃത്തരംഗത്തും നേട്ടങ്ങൾ സ്വന്തമാക്കിയിരുന്നു. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും പ്രഗത്ഭയായ കലാകാരി കൂടിയായി ഉമ വിവാഹശേഷം മാറി. സുഭാഷില അക്കാദമി ഓഫ് ഫൈൻ ആർട്സിന്റെ സ്ഥാപകയായും കലൈമാമണി അവാർഡ് ജേതാവുമൊക്കെയായ ഉമയെ തേടി നിരവധി പുരസ്കാരങ്ങൾ വേറെയുമെത്തി. എന്നാൽ അപ്പോഴെല്ലാം കുടുംബജീവിതത്തിൽ കോംപ്രമൈസുകൾ വേണ്ടി വന്നിരുന്നു. നൃത്തവും പരിശീലനവും സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെയായി ഓടി നടന്ന ഉമയ്ക്ക് കുടുംബജീവിതത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാൻ പറ്റാതെ പോകുന്നത് സ്വാഭാവികവുമായിരുന്നു. ഈ സമയത്ത് മുരളിക്കും തൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാനായില്ല. സിനിമയോടും നൃത്തത്തോടുമെല്ലാം അഗാധമായ സ്നേഹമുണ്ടായിരുന്ന മുരളി പരിശീലനം ലഭിച്ച ഭരതനാട്യം നർത്തകനും നടനുമായിരുന്നു. വർഷങ്ങളായി നിരവധി വേദികളിൽ അദ്ദേഹം നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. വിനായകുട്ട്, മല്ലേപ്പൂവ് തുടങ്ങിയ ചില ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. പക്ഷേ മുരളീകൃഷ്ണയ്ക്ക് സിനിമകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ ഒരാൾ ഉയർച്ചയിലേക്കും ഒരാൾ താഴ്ചയിലേക്കും പോകുന്ന ഘട്ടങ്ങളിൽ ഉമയ്ക്കും മുരളിക്കും പരസ്പരം പൊരുത്തപ്പെടാനാകാതെ വേർപിരിയേണ്ടി വരികയായിരുന്നു. അങ്ങനെ മുരളീകൃഷ്ണ പതുക്കെ തൻ്റെ കരിയറിൽ നിന്നും മാറി നിന്നു. അതിനിടെയാണ് അച്ഛന്റെ മരണവും എത്തിയത്. വിവാഹ ജീവിതം തകർന്നതിനു ശേഷം അമ്മയോടൊപ്പം തൻ്റെ മുഴുവൻ സമയവും ജീവിക്കുന്ന ആളായി മുരളി മാറുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ചെന്നൈയിൽ വെച്ച് മുരളിക്ക് അന്ത്യം സംഭവിക്കുന്നത്. ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെയാണ് 65 വയസ്സുകാരനായ മുരളീകൃഷ്ണ മരണത്തിനു കീഴടങ്ങിയത്. അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോഴും പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. കുട്ടിക്കാലം മുതൽക്കേ മുരളിക്ക് കലയോട് വലിയ പ്രിയമായിരുന്നു. ഒരുപക്ഷെ അച്ഛനും അമ്മയും കലാകാരന്മാർ ആയിരുന്നതുകൊണ്ടാകാം. KS ചിത്രയ്ക്ക് മാത്രമല്ല എസ് ജാനകിയുമായി അടുത്ത ബന്ധമുള്ളവർക്കെല്ലാം പ്രിയങ്കരനായിരുന്നു മുരളി. ചിലർക്ക് മുരളിയണ്ണൻ, ചിലർക്ക് മാമൻ, ചിലർക്ക് നല്ല സുഹൃത്ത്, ഇതൊക്കെയായിരുന്നു അദ്ദേഹം. ജാനകിയെ സംബന്ധിച്ചിടത്തോളം ഏക മകനും. താൻ ജീവിച്ചിരിക്കുമ്പോൾ മകനെ വേർപിരിയേണ്ടി വന്ന ദുഃഖം ഉറപ്പായും ജാനകി എന്ന അമ്മയെ ഇപ്പോൾ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. ഇടയ്ക്ക് ജാനകി അമ്മയുടെ വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തി വന്ന മുരളിയെയാണ് ഇന്നും മലയാളികൾക്ക് ഓർമ്മയിലുള്ളത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.